ഓർമ്മച്ചെപ്പിലെ നാട്ടറിവുകൾ. രചന അനിൽ മണ്ണത്തൂർ. അവതരണം ഗായത്രി പത്മാലയം. അനിൽ മണ്ണത്തൂരിൻ്റെ രചന. ഓർമ്മച്ചെപ്പിലെ നാട്ടറിവുകൾ. ഫോക്ലോറും നമ്മുടെ സാംസ്കാരിക വേരുകളും. ഓർമ്മയിലെ ഓണപ്പാട്ടുകളും മുത്തശ്ശി പറഞ്ഞ തെയ്യക്കഥകളും കളപ്പുരയിലെ നാടൻ മണവും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ടോ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഫോക്ലോറിൻ്റെ വശ്യത അനുഭവിച്ചറിഞ്ഞ ആളാണ്. എന്താണ് ഫോക്ലോർ? അതിൻ്റെ പ്രാധാന്യം. നമ്മുടെ മുൻ തലമുറ വാമൊഴിയായും അനുഭവങ്ങളിലൂടെയും കൈമാറിപ്പോന്ന അറിവുകൾ, നാടൻ പാട്ടുകൾ, പാരമ്പര്യ കലകൾ, ആചാരങ്ങൾ, ഭക്ഷണ രീതികൾ എന്നിവയുടെ അകത്തുകയാണ് ഫോക്ലോർ. ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക വ്യക്തിത്വം നിലനിർത്തുന്നത് ഈ നാട്ടറിവുകളാണ്. തെക്കൊരു അപ്പൂപ്പൻ 10 പുത്തനുണ്ടത്രേ എന്ന താരാട്ടുപാട്ട് മുതൽ പച്ചമരുന്നുകളുടെ നാട്ടറിവുകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. തനിമ മറന്നൊരു നാടിൻ്റെ നെഞ്ചിൽ താനേ മരിക്കും സംസ്കാരം. കേരളീയ ജീവിതവും സാംസ്കാരിക സമ്പത്തും. കേരളത്തിൻ്റെ ഫോക്ലോർ വൈവിധ്യങ്ങളുടെ കലവറയാണ്. വടക്കൻ മലബാറിൻ്റെ വിരിമാറിൽ ചിലമ്പൊലിയുന്ന തെയ്യവും തോറ്റപ്പാട്ടുകളും തിരുവിതാംകൂറിൻ്റെ പടയണിയും ഗ്രാമീണ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയായ കാക്കരശ്ശി നാടകവുമെല്ലാം നമ്മുടെ മണ്ണുമായുള്ള ആത്മബന്ധം വിളിച്ചോതുന്നു. വിത്തുഗുണം 10 ഗുണം എന്ന് പഴഞ്ചൊല്ല് പഠിപ്പിക്കുന്ന കാർഷിക സംസ്കാരമാണ് നമ്മുടേത്. ഈ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒന്നാണ് ഓണക്കളികൾ. മലബാറിലും മധ്യ കേരളത്തിലും കാണുന്ന ഓണപ്പൊട്ടൻ, ഓണേശ്വരൻ എന്നിവരെയാണ് ഓണത്തിൻ്റെ വിളംബരക്കാരായ രൂപങ്ങളായി കാണുന്നത്. വായ മൂടിക്കെട്ടി മിണ്ടാതെ വന്ന് മണിമുഴക്കി വീടുകളിൽ അനുഗ്രഹം ചൊരിഞ്ഞു പോകുന്ന ഓണപ്പൊട്ടൻ മലയാളിയുടെ ഐശ്വര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും പ്രതീകമാണ്. നാട്ടുപെരുമയും പ്രാദേശിക കലകളും. ഓരോ ജില്ലയ്ക്കും നാട്ടുവെളിച്ചം പകരുന്ന തനതായ അനുഷ്ഠാന കലകളുണ്ട്. മലബാറിലെ തെയ്യത്തിന് സമാനമായി കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിൽ ദേവാംശമുള്ള ചമയങ്ങളുടെ അരങ്ങേറുന്ന തിറയാട്ടം അല്ലെങ്കിൽ തിറ നാടിൻ്റെ സാംസ്കാരിക വീര്യമാണ്. വള്ളുവനാടൻ മണ്ണിൽ കുംഭമാസച്ചൂടിൽ കുതിച്ചുയരുന്ന പൂതനും തിറയും, തൃശ്ശൂരിലെ ഓണക്കാലത്തിന് മാറ്റുകൂട്ടുന്ന പുലിക്കളിയും കുമ്മാട്ടിക്കളിയും, പാലക്കാടൻ ഗ്രാമങ്ങളിൽ താളമേളങ്ങളുടെ ആടിത്തിമിർക്കുന്ന കണിയാർക്കളിയും പ്രാദേശിക തനിമയുടെ മകുടോദാഹരണങ്ങളാണ്. മധ്യ കേരളത്തിലെ കാവുകളിൽ കാണുന്ന മുടിയേറ്റും തീയാട്ടും കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ കുരുത്തോലയും പ്ലാവിലെയും കോലങ്ങളാക്കി മാറ്റുന്ന പടയണിയും കാർഷിക സമൃദ്ധിയുടെ ദൈവവിശ്വാസത്തിൻ്റെയും വിളനിലയങ്ങളാണ്. ചിങ്ങമാസ പൗർണമിയിൽ മാവേലി തൻ ദൂതുമായി വീടുവിടന്തരം കയറും ഓണപ്പൊട്ടൻ വരുമല്ലോ. അന്യമാകുന്ന കാലവും സാംസ്കാരിക നഷ്ടവും. ഇന്ന് സ്മാർട്ട് ഫോണുകളുടെയും യാന്ത്രിക ജീവിതത്തിൻ്റെയും ലോകത്ത് ഇത്തരം നാട്ടറിവുകൾ വേരോടെ പിഴുതറിയപ്പെടുകയാണ്. കാക്കരശ്ശി നാടകം, തോറ്റപ്പാട്ടുകളും കേവലം പ്രദർശന വസ്തുക്കൾ മാത്രമായി മാറുന്നു. ഇത് ചില കലകളുടെ നഷ്ടം മാത്രമല്ല, മറിച്ച് നമ്മുടെ തനിമയുടെയും മനുഷ്യബന്ധങ്ങളുടെയും സാംസ്കാരിക അടിത്തറയുടെ തകർച്ചയാണ്. ഓഗസ്റ്റ് 22 ലോക ഫോക്ലോർ ദിനം. 1846 ഓഗസ്റ്റ് 22 വില്യം ജോൺ തോമസ് എന്ന ബ്രിട്ടീഷ് ഗവേഷകൻ ഫോക്ലോർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഓഗസ്റ്റ് 22 ലോക ഫോക്ലോർ ദിനമായി ആചരിക്കുന്നത്. അന്യമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ വേരുകളെ തിരിച്ചറിയുവാനും ഗ്രാമീണ തനിമയെ വരും തലമുറയ്ക്കായി നെഞ്ചിലേറ്റുവാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. സ്ഥിരം പങ്ക്തി. പറയാതെ വയ്യ. 8ാം ഭാഗം. ഓണത്തെപ്പറ്റി തന്നെ.